ഹായുടെ മക്കളെ, എബിഡി സാറാണ്. പൊളിറ്റിക്കൽ സയൻസിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു നാഷൻ ബിൽഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. നമ്മളോട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 വെല്ലുവിളികളെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് വിഭജനം എന്നുള്ള ഒരു ഏരിയയിലേക്കാണ്, പാർട്ടീഷൻ എന്നുള്ള ഒരു ഏരിയയിലേക്കാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ത്രൂ ഔട്ട് ബ്രിട്ടീഷേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ ഇന്ത്യ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അല്ലേ. കാരണം നമ്മൾ അവരിവിടുന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നത് അവരുടെ ഈ പറയുന്ന ചൂഷണപരമായിട്ടുള്ള ഭരണം അവസാനിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യക്കാരൊക്കെ അടങ്ങുന്ന ഒരു രാജ്യം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് കൂടി നമ്മുടെ ലക്ഷ്യമായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ 2 രാജ്യങ്ങളായിട്ട് ഇന്ത്യയാണ് രാജ്യം പിളരുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഓൾ ഇന്ത്യ ലീഗ് മുമ്പോട്ട് വെച്ചിരുന്ന ഒരു തിയറി ആയിരുന്നു 2 നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്ര സിദ്ധാന്തം. മുസ്ലിം മെജോറിറ്റിയുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാൻ എന്നും അല്ലാത്ത പ്രദേശം ഇന്ത്യ എന്നുമായിട്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ആളുകളും അല്ലെങ്കിൽ അന്നത്തെ എഴുത്തുകാരൊക്കെ വിശേഷിപ്പിച്ചത് ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള വിഭജനമല്ല, ഹൃദയങ്ങൾ തമ്മിലുള്ള വിഭജനമാണ്. കാരണം മതപരമായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിലുള്ള വിഭജനമാണ്, പ്രാദേശികമോ അല്ലെങ്കിൽ പറയുന്ന ബൗണ്ടറീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഭജനമായിരുന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറയുന്നത്. അതുവരെ അയൽവാസിയായിരുന്ന ആളുകൾ അയൽ രാജ്യത്തിലേക്ക് പോവുകയാണ്, ശത്രു രാജ്യമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്ക് ആ ഒരു സമയത്ത് കാണാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ടാഗോറൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്, ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ വിട്ട് പോകും, പക്ഷേ ഇന്ത്യ വിട്ട് പോകുമ്പോൾ ഏറ്റവും പടുകുഴിയിലേക്കാണ് ഇന്ത്യ അവർ ഉപേക്ഷിച്ച് പോവുക എന്നുള്ളത്. കാരണം ഇന്ത്യ ഏറ്റവും വെൽത്തി ആയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കാർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം സാമ്പത്തികമായിട്ടും കാർഷിക മേഖലയാണെങ്കിലും ഒക്കെ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ സമയത്താണ് പാർട്ടീഷൻ എന്നുള്ളൊരു പ്രശ്നം കൂടി വരുന്നത്. പല ആളുകളും ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു, പല ആളുകളും ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ അഭയാർത്ഥികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാർപ്പിക്കേണ്ടതുണ്ട്. അവർ ഇന്ത്യ പ്രതീക്ഷിച്ചുകൊണ്ടാണ്, നമ്മുടെ രാജ്യത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, വിദ്യാഭ്യാസമാണെങ്കിലും തൊഴിലാണെങ്കിലും അവർക്ക് വേണ്ട പാർപ്പിടമാണെങ്കിലും ഇതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ചലഞ്ചായിരുന്നു. ഇതൊക്കെ ഇന്ത്യ കുറേയധികം ഈ ഒരു പാർട്ടീഷൻ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേയധികം രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായിരുന്നു, കുറേയധികം മരണങ്ങൾ ഉണ്ടായിരുന്നു, കുറേയധികം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അതിനൊക്കെ സർവൈവ് ചെയ്ത് എല്ലാ ആളുകൾക്കും വേണ്ട സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിലെ ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്. മറ്റൊന്ന് നാട്ടുരാജ്യങ്ങളുടെ സംയോജനമായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എന്തിയാണ് സ്വതന്ത്രമാക്കുക എന്നോടൊപ്പം തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് അവർ വാഗ്ദാനം കൂടി കൊടുത്തു. നിങ്ങൾക്ക് ഇന്ത്യയിൽ ചേരുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ തുടരാം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും ലഹരി എന്ന് പറയുന്നത് അധികാരമാണ്. അപ്പോൾ അദ്ദേഹം അതുവരെ ഭരിച്ചിരുന്ന ജനങ്ങളോടൊപ്പം ഒരു ജനതയായി മാറുക, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരിക്കലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രാജാക്കന്മാരും എന്തിൽ ലയിക്കാൻ തയ്യാറായില്ല, ഇന്ത്യൻ യൂണിയൻ ലയിക്കാൻ തയ്യാറായില്ല. അതായത് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് രാജാക്കന്മാരായി തുടരുക, ആ അധികാരങ്ങളൊക്കെ നിലനിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. നമുക്കറിയാം, സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒക്കെ ഇപ്പോൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു പേഴ്സണായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് കുറേയധികം പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, പല നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമാവാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഹൈദരാബാദ്, ജുനഗഡ്, മണിപ്പൂർ പോലുള്ള പ്രദേശങ്ങളൊക്കെ ആദ്യം വിട്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും ഇന്ത്യൻ യൂണിയനിൽ ചേരില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് ചില രാജാക്കന്മാർ തങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്, ചില രാജാക്കന്മാർ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രത്തോളം അധികാരത്തിൽ അവരെന്ത് ചെയ്തിരുന്നു, ഫോക്കസ് ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതായിരുന്നു രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ എന്നുള്ളതായിരുന്നു. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിലായിരിക്കും എന്ന ഒരു വാഗ്ദാനം 1920കളിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർക്ക് കൊടുത്തിരുന്നു, ഇന്ത്യൻ ജനതയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഈ പറയുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചില്ല. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ പലതരത്തിലുള്ള ചലഞ്ചസും നേരിടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ് ബ്രേക്ക് ആവുമോ എന്നുള്ളതായിരുന്നു നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഭയം എന്ന് പറയുന്നത്. അതായത്
നമുക്കറിയാം നമ്മുടെ ഒരു ഇമോഷൻ. ഇപ്പോൾ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു ആത്മാഭിമാനമുണ്ട്. അത് ചുരുങ്ങി നമ്മൾ മലയാളികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാഭിമാനവും, തമിഴന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഭാഷക്കാരെ കാണുമ്പോൾ നമുക്ക് അവരോട് വിരോധവും തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമോ എന്നുള്ളതായിരുന്നു ആദ്യകാല എന്താ പറയുക നേതാക്കന്മാരൊക്കെ പേടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് പോവാതിരിക്കാനാണ് ശ്രമിച്ചത്. കൂടാതെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്കൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ആരംഭിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് തെലുങ്ക് സ്പീക്കേഴ്സിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തെലങ്കാനയിലാണ്, ആന്ധ്രാപ്രദേശിലാണ് എന്താ ആരംഭിക്കുന്നത്, ആദ്യമായിട്ടും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം ആവശ്യപ്പെട്ടുള്ള ഒരു വലിയ എന്താ പറയുക സമരം തന്നെ ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഗാന്ധിയനായിട്ടുള്ള പൂറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന നേതാവാണ് അതിൽ പങ്കെടുക്കുന്നത്. 56 ദിവസം നിരാഹാര സമരം ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹം മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനവികാരം എന്ത് ചെയ്യും, കുറച്ചും കൂടി വ്രണപ്പെടുമല്ലോ. കാരണം ഗാന്ധിയനായിട്ടുള്ള ഒരു നേതാവ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 1920കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രോമിസ് ചെയ്തിരുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനമായിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നുള്ളത്. പക്ഷേ ആ ഒരു വാഗ്ദാനം അവർ നടപ്പിലാക്കി കൊടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്ത് ചെയ്തു, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് പോയി. അങ്ങനെയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതിൻ്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നു. HN കുൻസ്രു, KM പണിക്കർ പോലെയുള്ള മറ്റ് ഒട്ടനവധി അംഗങ്ങളും ഈ ഒരു കമ്മീഷനിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. പിന്നീട് അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തെലുങ്ക് സ്പീക്കേഴ്സിന് സെപ്പറേറ്റ് സ്റ്റേറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. 1953 ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു. 1956 ഈ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളമടക്കമുള്ള 14 സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തു, രൂപീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, അതായത് നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രം നേടിയെന്ന് പറയുമ്പോഴും നമ്മൾ അതിനുശേഷവും ആ ഒരു സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രത്തിൽ എങ്ങനെയാണ് ഇനി മുമ്പോട്ട് പോകേണ്ടത് എന്ന ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വെല്ലുവിളിയായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ. അന്നത്തെ നേതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, അഭിമാനത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ചാപ്റ്റേഴ്സുമാണ് +2 പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, +2 പൊളിറ്റിക്കൽ സയൻസിലെ കംപ്ലീറ്റ് ചാപ്റ്ററും പഠിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സസുമായിട്ട് സാർ വീണ്ടും വരും. താങ്ക് യു ഓൾ, ബൈ.